ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മാനേജിംഗ് എഡിറ്റർ എന്ന് കാണണം. സാറ് ക്യാബിലുണ്ട്. എന്താ കാര്യം? ഞാനിവിടെ സബ് എഡിറ്റർ ട്രെയിനി ആയിട്ട് ജോയിൻ ചെയ്യാൻ വന്നതാ. അതെയോ? എന്താ പേര്? വെൽ മിസ്റ്റർ അനന്തകൃഷ്ണൻ, അരനൂറ്റാണ്ടിന്റെ മഹത്തായ പാരമ്പര്യമുള്ള ഒരു സ്ഥാപനമാണിത്. കേരള ഭൂമിയുടെ ആ റിച്ച് ട്രഡീഷന്റെ ഒരു കണ്ണിയായിട്ടാണ് നിങ്ങൾ ഇന്നിവിടെ ജോയിൻ ചെയ്യുന്നത്. ട്രൈ ടു ബി വർക്ക് ഓഫ് ഇറ്റ്. യെസ് സർ. രാധാമണി, സർ, ഇയാൾക്ക് വേണ്ട എല്ലാ ഗൈഡൻസും കൊടുക്കണം. ആരുടെ കീഴിലാണ് ഇയാളെ പോസ്റ്റ് ചെയ്യുക? റിപ്പോർട്ടിംഗ് തുടങ്ങട്ടെ സാർ. ആ, മൂർത്തി സാറിന്റെ കീഴിലാവാം. ദാറ്റ്സ് ഗുഡ്. നിര്യാതരായി. തന്റെ നാളെന്താ? തൃക്കേട്ട. ആ, അത് പറയേ. തൃക്കേട്ടക്കാർക്ക് ഇപ്പോ ശനിദശയാവണം ഉറപ്പ്. അല്ലെങ്കിൽ വലതുകാല് വെച്ച് വന്നു കയറിയ ഉടനെ മൂർത്തിയുടെ കീഴിലേക്ക് അയക്കില്ല. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല തരക. ചരമവാർത്ത എഴുതാനല്ലാണ്ട് മറ്റൊന്നിനും കൊള്ളില്ലാത്ത തന്റെ കയ്യിലാക്കണോ പിന്നെ ഇയാളെ? കേട്ടോ അനിയ, മൂർത്തിയുടെ കീഴിൽ 1 കൊല്ലം ട്രെയിൻ ചെയ്താൽ മതി. ഒന്നുകിൽ താനീ പണി വേണ്ടെന്ന് വെച്ചു, അല്ലെങ്കിൽ ലോകത്ത് എവിടെ ചെന്നാലും ഞെളിഞ്ഞു നിൽക്കാവുന്ന ഒരു ജേർണലിസ്റ്റ് ആയിട്ട് മാറും. മാറ്. മദ്യപാനം പതിവുണ്ടോ? ഇല്ല. എങ്കിൽ പഠിക്ക. അതിന് ഇതിനേക്കാൾ നല്ലൊരു ഗുരുവിനെ വേറെ കിട്ടൂല. പിന്നെ ആളുകളോട് വഴക്ക് കൂടുക, മെക്കിട്ട് കയറുക, ലോകത്തെ മുഴുവൻ പുച്ഛം, അങ്ങനെ പലതും പഠിക്ക. ഭാവി ഭദ്രം. പേഴ്സണൽ ലൈഫ് എന്തോ ആവട്ടെ, റിപ്പോർട്ടിംഗിൽ മൂർത്തി സാറിനെ വെല്ലാൻ ഇന്ന് ഈ ഫീൽഡിൽ ആരുമില്ല. റിപ്പോർട്ടിംഗ് മാത്രമല്ല മാഡം ജേർണലിസം. ചരമവാർത്ത അല്ലാണ്ട് എന്ന് പറഞ്ഞ് മാധവേട്ടൻ എന്നെ പുച്ഛിച്ചല്ലോ. ചരമവാർത്ത എന്താ ഇത്ര നിസ്സാര കാര്യമാണ്? ഒബിച്വറി റൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ബ്രാഞ്ചാണ് ഡെസ്കിൽ. ഞാനിവിടെ ജോയിൻ ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഇന്ദിരാജി മരിക്കുന്നത്, പ്രൈം മിനിസ്റ്റർ. അന്ന് അവരുടെ ഒബിച്വറി ഞാനൊരു എഴുത്തെഴുതി. അത് വായിച്ചിട്ട് ഇപ്പോഴത്തെ ചീഫ് എഡിറ്റർ മാധവ മേനോൻ സാറിന്റെ അച്ഛൻ കൊല്ലങ്കോട് രാവുണ്ണി മേനോൻ പറഞ്ഞു, ഇത്രയും ഈടുറ്റ ഒരു ചരമക്കുറിപ്പ് വേറെ അദ്ദേഹം വായിച്ചിട്ടില്ലാന്ന്. ഓക്സ്ഫോർഡിൽ നിന്നും ഡീലിറ്റ് എടുത്ത ആളാ രാവുണ്ണി മേനോൻ. ഗണപതിക്ക് വെച്ചത് ഏതായാലും ഏറ്റു. അത് പിന്നെ ചരമക്കുറിപ്പല്ലാണ്ട് വേറൊന്നും കാര്യമായിട്ട് എഴുതേണ്ടി വന്നിട്ടില്ല. അതിനും വേണം സാറേ ഒരു കഴിവ്.